ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ശ്രീനഗറിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം ഉച്ച വരെ റെസ്റ്റായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടെ കഴിയാൻ നേരത്ത് നമ്മളിപ്പോൾ പോകുന്നത് എവിടെയാണ്? ഇതാ മഞ്ഞുമല. മഞ്ഞുമലയിൽ പോകുന്നത് എങ്ങനെയാണ്? ടാരട്ട റോഡ്. ആ സൂപ്പറാണ്. നിന്റെ കൂടെ കാണി ഫുള്ള് സെറ്റപ്പ്. ഇപ്പൊ 11 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അത്ര വലിയ തണുപ്പൊന്നുമില്ല. താഴെ പോയിതാ അത്ര വലിയ തണുപ്പൊന്നുമില്ല. പക്ഷേ ഗ്ലൗസ് ഒക്കെ മേടിച്ചപ്പോൾ പിള്ളേർക്ക് ഗ്ലൗസ് ഇന്ന് തന്നെ ഇടണം, ഇപ്പം തന്നെ ഇടണമെന്നുള്ളൊരിത്. അങ്ങനെ ഗ്ലൗസ് ഒക്കെ മേടിച്ച് നമ്മൾ ഇട്ടുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. വണ്ടി ഒരു ശകലം ഫ്രണ്ടിലോട്ട് കിടക്കുകയാണ്. നമുക്ക് അവിടെ പോയി വണ്ടി എടുത്തിട്ട് മുമ്പോട്ട് പോവാം. നമ്മളങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെറുക്കൻ സെറ്റാണ്. ഒറ്റ ഇഗ്നിഷനിൽ തന്നെ സ്റ്റാർട്ടായി. ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം വണ്ടി ഫുള്ളിട്ടിരുന്നത് കൊണ്ട് തണുത്ത് കാണുമോ എന്ന് വിചാരിച്ചു. പക്ഷേ പേടിക്കാനൊന്നുമില്ല. സോളോട്ട മുത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് സോൻമർഗിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് ചെറുതായിട്ടൊരു ഉപ്പുമാവും ഇച്ചിരി ബ്രെഡ് ഓംലെറ്റ് ഒക്കെ പാഴ്സൽ. ഉപ്പുമാവ് കഴിച്ചു, ബ്രെഡ് ഓംലെറ്റ് അല്ല, ജാം ടോസ്റ്റ് നമ്മൾ പാഴ്സൽ ചെയ്ത് മേടിച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. നമ്മളവിടെ കഴിക്കാൻ കയറുന്നത് ഒരു A1 എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പാക്കേജ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്ന കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ അവർ അവിടെ നിന്നാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. നൈസ് ഹോട്ടലാണ്, നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയ ഹോട്ടലാണ്. അപ്പം ഇത്തവണ അവിടെ കയറിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറേ മലയാളികളെയൊക്കെ കണ്ടു. അവർ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് നമ്മുടെ സോൻമർഗിൽ പോയിട്ട് വന്നവരാണ്. അപ്പോൾ അവരുടെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അവരൊക്കെ പറഞ്ഞു നല്ല പോളി വൈബാണ്, ഒരു സീനും ഇല്ല, ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നിട്ട് അവർ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ തന്നു. അവിടെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടിപ്സ് എല്ലാം കൂടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സോൻമർഗിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ കാശ്മീർ വാലിയിൽ വന്നിട്ട് ഏകദേശം ഒരു 1.5 ദിവസമായെങ്കിലും ഇതൊരു കാശ്മീർ ആണ് എന്ന് അംഗീകരിച്ച് തരാൻ പറ്റാത്ത 2 കുട്ടികളുണ്ട് നമുക്ക്. അവർ ബാക്കി ഇരിപ്പോട്ട് ഇത് മഞ്ഞില്ല, ഇവിടെ മഞ്ഞില്ല, അതുകൊണ്ട് ഇവിടെ ഇത് കാശ്മീർ അല്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പം മഞ്ഞുള്ള കാശ്മീർ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ ഏതാണ് കാശ്മീർ? മഞ്ഞുള്ളതാണ് ഇപ്പൊ കാശ്മീർ. ഇത് കാശ്മീർ അല്ലല്ലേ? ശരി, ഓക്കെ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ സോൻമർഗിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ സിറ്റിയുടെ ഔട്ടറിലേക്ക് കയറുന്ന വഴി ഫുള്ള് ഇത്തിരി പൊളിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സോൻമർഗിലേക്ക് പോകാനുള്ള ആ ഒരു ഇതില്ലേ, അതിൻ്റെ ട്രയലാണെന്ന് തോന്നുന്നത്. ഇത് പാസ്സായാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ സ്കൂൾ ബസ്സുകൾ വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇപ്പോഴും സ്കൂൾ ഓണാണ്. ഇവിടെ വെക്കേഷൻ, നമ്മളൊരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചു ഈ വെക്കേഷൻ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവന് ഒന്നും അറിഞ്ഞുകൂടാത്ത എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ ഒരു സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ അല്ലെങ്കിൽ അടുപ്പിച്ചൊരു വെക്കേഷൻ ഇല്ലെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഇവിടെ തണുപ്പ് കൂടുന്ന സമയത്ത് ഒരു 10 ദിവസം അങ്ങനെ ലീവ് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചൂട് കൂടുന്ന സമയത്ത് ഒരു ലീവ്, അങ്ങനെ ആയിരിക്കും മിക്കവാറും ഇവിടുത്തെ വെക്കേഷൻ പരിപാടികൾ. എക്സാം ഒക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം വേറെ എന്തൊരു ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഇവിടെ വെക്കേഷൻ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് സ്റ്റോപ്പൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് കാലൊന്ന് നിവർത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് 77 കിലോമീറ്ററാണ് സോൻമർഗിലേക്ക്. 1 മണിക്കൂർ 59 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ് ടൈം കാണിക്കുന്നത്. എന്നാലും കുറച്ചും കൂടെയൊക്കെ എടുക്കുമായിരിക്കും. ഇപ്പം സമയം 8:30. അപ്പം കറക്റ്റായിട്ട് എത്തുകയാണെങ്കിൽ 10:30-ക്ക് എത്തും. ഇല്ലെങ്കിൽ നമുക്കൊരു 11 മണി 12 മണി പ്രതീക്ഷിക്കാം. ആ സമയം നേരത്ത് ചൂട് കുറച്ച് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഐസ് എന്തായാലും അവിടെ തന്നെ കാണും, ഒരു പോകത്തൊന്നുമില്ല. ഓൺ ദ വേ എത്താറായിട്ടുണ്ട്. ഒരു 50 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നല്ല സൂപ്പർ വ്യൂ കിട്ടി കേട്ടോ. നിർത്താനുള്ളൊരു സാഹചര്യവും കൂടെ കിട്ടിയത് കൊണ്ട് ഇവിടെ ഒന്ന് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം നമ്മുടെ 360 ക്യാമറയും വെച്ച് ഒട്ടിച്ചാലും നല്ല അടിപൊളി കുറച്ച് ഷോട്ട്സും കൂടെ കിട്ടും. ഓക്കെ.
ഇത്രയൊക്കെ പഠിച്ച് എത്ര പേരുണ്ടടേ? ദേ ഈ പോകുന്നതാണ് നമ്മുടെ സിന്ധു നദി. ഇതിൻ്റെ തൊട്ട് കരയിലതും അവിടെ ആൾക്കാർ ടെൻ്റ് അടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു നമ്മളെ ക്യാമ്പിംഗ് ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അവിടെ ഇറങ്ങുന്നതൊന്നുമില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ കണ്ടാ, സൂപ്പറല്ലേ, രക്ഷയില്ലാത്ത വ്യൂ. സോളൂട്ടൻ എങ്ങനെയുണ്ട് കണ്ടാ? മുത്താണ് കേട്ടോ, മുത്താണ്. നല്ല അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. പോലീസുകാരൊക്കെ ഇവിടെയും കൈ കാണിച്ചിട്ട് വണ്ടിയെ കുറിച്ചാണ് കൂടുതൽ അഭിപ്രായം പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി കളറാണ്, ലുക്കാണ്, മോഡിഫിക്കേഷനൊക്കെ കൊള്ളാമെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അതല്ലാണ്ട് വേറെ സീനൊന്നുമില്ല. ആദ്യം ആ കയറിയ സമയത്ത് കിട്ടിയ 2000 രൂപ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അതെ, സിന്ധു നദിയെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് അടുത്ത് കാണിച്ചു തരികയാണ്. നമ്മളത് നേരത്തെ നിർത്തിയത് ആ ഭാഗത്താണ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ഒരു ധാബ ഉണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റ് റൂമിൽ പോകാനായിട്ടൊക്കെ നമ്മളിവിടെ ഒന്ന് നിർത്തി. നല്ല അടിപൊളി ലൊക്കേഷൻ, ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ. ഇവിടെ അത്യാവശ്യം നല്ല ക്ലിയർ, മടിയാണെങ്കിലും ക്ലിയർ വെള്ളം. അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തത് അറിയത്തില്ല. നല്ല അടിപൊളി വെള്ളം കേട്ടോ. നല്ല ഊരുളം കല്ലുകളൊക്കെ അടുക്കി വെച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ക്യാമ്പ് സൈറ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല, എന്തു പറയുന്നത്, ഈ ഒരു വെതറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റും. നമ്മൾ ഇപ്പം ഒരു സ്ഥലത്ത് നിന്നില്ലായിരുന്നു, റെസ്റ്റൊക്കെ നിന്നില്ലായിരുന്നു. അവിടെ ഇഷ്ടം പോലെ മലയാളികളുണ്ടായിരുന്നു. എല്ലാവരും വന്ന് പരിചയപ്പെട്ടു, കൈയൊക്കെ കൊടുത്തു. അങ്ങാടിയാടും ഓരോരുത്തരും ഓരോരോ സ്ഥലത്തുനിന്ന് വന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുകൾ ഭാഗങ്ങളിൽ നിന്നാണ്. അതായത് എറണാകുളം തൊട്ട് മുകളിലോട്ടുള്ളവർ, താഴോട്ടുള്ളവർ വരൊക്കെ കുറവാണ്. അപ്പോൾ താഴോട്ട് ഉള്ളവർക്ക് അറിഞ്ഞു തുടങ്ങിയ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ കാശ്മീരിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ റിസർച്ചും കാര്യങ്ങളും ഒന്നും ചെയ്തു വരേണ്ട ആവശ്യമില്ല. ഒരുപാട് മലയാളി ട്രാവൽ ഏജൻറ്റുമാർ ഇവിടെ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ക്യാഷ് പേ ചെയ്താൽ മതി, അവർ ഫുള്ള് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോളും. അത് ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ് തുടങ്ങി ഹൈ ബഡ്ജറ്റ്, പ്രീമിയം ബഡ്ജറ്റ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ഇപ്പം ലോ ബഡ്ജറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ലാണ്ട് 10,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പുകളുണ്ട്. അതായത് നിങ്ങൾക്ക് ട്രെയിനിൽ കയറി അവിടെ നിന്ന് ശ്രീനഗറിൽ ഇറങ്ങാം. അവിടെ നിന്ന് ഇവർ വണ്ടിയിൽ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ബാച്ചിലേഴ്സ് ആണെങ്കിലുള്ള കാര്യമുണ്ടോ? ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഇത് കണക്കത്തെ ഡോർമെട്രി കണക്കത്തെ റൂംസും കാര്യങ്ങളൊക്കെ കാണും. അവിടെ നിങ്ങൾക്ക് നിൽക്കാം. എന്നിട്ട് ഈ അവരുടെ വണ്ടിയിൽ ഷെയർഡായിരിക്കും, ഒരു ട്രാവലർ പോലുള്ള ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ വലിയ ബസ്സുകൾ കണക്കത്തെ വണ്ടിയിലോ ഇത് കണക്കത്തെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ കൊണ്ടുപോകും. സ്റ്റേയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബഡ്ജറ്റുകളൊക്കെ ഉണ്ട്. അല്ലാണ്ട് 40,000 50,000 രൂപയുടെ പാക്കേജുകളുണ്ട്. ഫ്ലൈറ്റിൽ നമുക്ക് ശ്രീനഗറിൽ വന്ന് ഇറങ്ങാം. അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ ആൾ വരും. അവിടെ നിന്ന് 3 സ്റ്റാർ ഹോട്ടലുകളിൽ സ്റ്റേ, ഫുഡ് എല്ലാം കൂടെ ചേർത്ത് ഒരാൾക്ക് 40,000 രൂപ വരുന്ന പാക്കേജുകളുമുണ്ട്. അപ്പം ഞാനിവിടെ വെച്ച് 2-3 പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പാക്കേജുകളൊക്കെ കൊടുക്കുന്ന ആൾക്കാരുടേത്. അപ്പോൾ അവരുടെ കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം അങ്ങനെ വരാൻ താല്പര്യമുള്ളവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ വിളിച്ച് ചോദിച്ച് നോക്കുക. അപ്പോൾ അവർ ടോട്ടൽ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അതെ, ഇപ്പൊ നമ്മുടെ ലെവലിൽ ഐസ് വന്നിട്ടുണ്ട്. അതായത് നേരെ നോക്കുന്ന ഭാഗങ്ങളിൽ ഐസ് താഴേക്ക് ഇങ്ങനെ ഉരുകി വീട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഒരു ഫീലും ഉണ്ട്. മറ്റേതെല്ലാം ഒരു മഞ്ഞുപാളിയുടെ ബാക്ക് സൈഡിൽ ഒരു ക്ലിയർ ഇല്ലാത്ത രീതിയിലായിരുന്നു കാണുന്നത്. ഇപ്പൊ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണാം. ആ ഒരു മരങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയി നിൽക്കുന്നത് മരങ്ങളാണെന്ന് മനസ്സിലാവുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് ഈ മഞ്ഞുമലകളൊക്കെ കണ്ടു തുടങ്ങി. അതിനർത്ഥം നമ്മൾ വളരെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കിലോമീറ്റർ വൈസ് ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 12 കിലോമീറ്ററാണ് ഉള്ളത്. പക്ഷെ അത് കയറി എത്താനായിട്ട് 30 മിനിറ്റിൽ കൂടുതലാവും എന്നാണ് ഗൂഗിളിൻ്റെ മാപ്പിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 1-2 ഹെയർപിൻ വളങ്ങളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നൈസായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോകാം.
നമ്മളെ മഞ്ഞളൊക്കെ നമ്മളുടെ ലെവലില് കറക്റ്റ് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മഞ്ഞ് വീണ് റോഡ് മൂടിക്കിടന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ ആ മഞ്ഞ് വെളിയുണ്ടോ പൊട്ടി പിളർന്നിരിക്കുകയാണ്. അതിന്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ സിന്ധു നദി ഒഴുകി പോകുന്നത്. ഇവിടെയൊക്കെ പിളർന്ന് ഇരിക്കുന്ന കാണാം. ഇതിന്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. ഇത് ഏത് നിമിഷവും പൊടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഫ്രഷ് ആയിട്ട് വീണ കുറച്ച് മഞ്ഞ് നമുക്ക് കാണാം. അതിന്റെ പ്യുവർ വൈറ്റ് കളറിൽ. ബാക്കി എല്ലാത്തിലും പൊടിയൊക്കെ അടിച്ച് ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിന് തൊട്ട് ബാക്കിലോട്ടൊരു സ്ഥലത്ത് ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. പക്ഷെ നമ്മളവിടെ നിർത്തിയില്ല. നമ്മളിങ്ങനെ കുറച്ചും കൂടെ അങ്ങ് ഫ്രണ്ടോട്ട് പോവുകയാണ്. ഇൻ കേസ് നമുക്ക് അവിടെ നിർത്തണം തോന്നുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് വരാൻ നേരത്ത് നിർത്താം. കാരണം നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മഞ്ഞ് കണ്ട ഉടനെ നിർത്താനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പോയി തൊടാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്നാലും നമ്മൾ മാക്സിമം ഇങ്ങനെ കടിച്ച് പിടിച്ച് പോവുകയാണ്. അവിടെ എത്തിയിട്ട് തൊടാം, നിർത്തണ്ട, അടുത്ത ഇതിനെക്കാട്ടി നല്ല മഞ്ഞക്കാട് പോകാൻ കിട്ടും എന്നുള്ള ഒരു ഇതിൽ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ കാണുന്ന ഈ കളറുള്ള സാധനം ഇല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് കാണിച്ചു വിടും. അത് മഞ്ഞാണ്, അത് ഫുള്ള് മഞ്ഞാണ്. പക്ഷെ മഞ്ഞിന്റെ മുകളിൽ പോച്ച പിടിച്ചാണ് അതിൻ്റെ ഇടയ്ക്ക്. അപ്പൊ ഇത് കുറെ നാളായിട്ട് ഇവിടെ കിടക്കുന്ന മഞ്ഞാണല്ലോ. നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ് മഞ്ഞുള്ള കാശ്മീർ എന്നറിയപ്പെടുന്ന സോൻമർഗിലേക്ക്. ഇവിടെ നിന്നൊരു ഈ ഒരു പാലം അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ സോൻമർഗ് എത്തി. എന്നിട്ട് ഇവിടെ നിന്ന് കുതിരയെങ്ങാണ്ട് എടുത്തുകൊണ്ട് പോകണം. നമ്മുടെ സോജിലാട്ടാണല്ലോ ഇവിടെ പ്രോജക്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പക്ഷേ ലേയിൽ പോകാൻ നേരത്തെ കയറാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇപ്പം പോകാൻ നേരത്ത് അതിനകത്തോട്ട് കയറേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടൻ അവിടെ തന്നെ നിന്നോ എന്ന സിഗ്നൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുള്ളിക്കാരൻ്റെ പുറകെ വെച്ച് പിടിച്ചു കൊടുക്കാം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളും റിസോർട്ടുകളും താഴത്തെ ലെവലിൽ മഞ്ഞും ഒക്കെ കിടക്കുന്ന കാണാം. ഇവിടെ അത്യാവശ്യം നല്ല വെളുത്ത മഞ്ഞാണ്. വെറും മറ്റേ കൂറമഞ്ഞല്ല, കൂറമഞ്ഞല്ലെന്നാണ് ഉദ്ദേശിച്ചത്. അഴുക്ക് പിടിച്ച് കിടക്കണ മഞ്ഞല്ല എന്നാണ് ഉദ്ദേശിച്ചത്. വൈറ്റ് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. ഇതാ എങ്ങനെയുണ്ട്? കൊല്ലല്ല കാശ്മീര്. കൊള്ളാന്നാണോ പറഞ്ഞത്? കുതിരപ്പുറത്തൊക്കെ നമുക്ക് കേറാടേ. നമ്മളങ്ങനെ പഹുഞ്ചുകയാ എത്തി നമ്മുടെ സോൻമർഗില്. ചുറ്റുമുള്ള വ്യൂസൊക്കെ അതെ, നമ്മളിപ്പോൾ കുതിരപ്പുറത്ത് കയറും. അന്യായ സ്നോ ആയിട്ട് കിടക്കുന്നുണ്ട്, ഫുള്ള് സീനായിട്ട് കിടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നില്ല. മേ ബി കുതിരപ്പുറത്ത് മുകളിൽ കയറി പോകുന്ന നേരത്ത് അത്യാവശ്യം ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഗ്ലൗസും കാര്യങ്ങളും എല്ലാം കയ്യിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഒരുപാട് ഇതുണ്ടെങ്കിലെല്ലാം നമുക്ക് എടുത്ത് ഇടാമല്ലോ. പിന്നെ ഇവിടെ സ്നോ ബൂട്ട്സും പിന്നെ കോട്ടും കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. അവിടെയും മഞ്ഞ് കിടപ്പുണ്ട്. ശകലം മഞ്ഞ് അവരവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ദേ നമ്മളങ്ങനെ ചെറിയൊരു ഹോഴ്സ് റൈഡ് എടുത്തിരിക്കുകയാണ്. ദേ എൻ്റെ കുതിര, ദേ ആദുവിൻ്റെയും സ്മൃതിയുടെയും കുതിര, ഈദിൻ്റെ കുതിര ബാക്കിലുണ്ട്. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ നേരത്ത് കാണിച്ചു തരാം. അതാണ് കുതിരയ്ക്കകത്തിരിക്കാൻ നേരത്ത് അത്ര കംഫർട്ടബിളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം കയ്യിൽ നിന്ന് സാധനം പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും. അതുകൊണ്ട് റിസ്ക് ഇല്ലാത്ത ഏരിയാസിൽ വരാൻ നേരത്ത് ഞാൻ വീഡിയോസ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഇപ്പം അവർക്ക് റേറ്റ് ഒരു 50-50 മൈൻഡിലാണ് ഇരിക്കുന്നത്. നോക്കട്ടെ, നല്ല റേറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു 1 hour മുകളിലോട്ട് ക്ലൈംബ്, 1 hour താഴോട്ട്, പിന്നെ അവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ സമയം എത്രയായിരുന്നു കറക്റ്റ് ഓൺലൈനിൽ ഒരു 3 മണിക്കൂർ വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ എക്സ്ട്രാ അതേണ്ട ഈ കോട്ടും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കൂടെ കൊടുക്കണം. അതിന് ഒരു സെറ്റിന് 300 രൂപ വെച്ചിട്ടാണ്. നമ്മൾ അടിപൊളി സേഫായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിള്ളേർ നമ്മൾ വിചാരിച്ച കണക്കല്ല, നല്ല കൂളായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അത് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇതിന് കുലുക്കുണ്ടെങ്കിലും സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എൻ്റെ കുതിര പ്രോയാണ്. ഇവ ഇതിലേക്കൂടെയൊക്കെ ഇഷ്ടം പോലെ തവണ വന്നതാണെന്ന് തോന്നുന്നു. അവ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് പോകുന്നുണ്ട് സേഫായിട്ടുള്ള റോഡ് വഴി. എന്തായാലും ദൈവമാണ് സ്മൃതി ഇറാണി. അതിൻ്റെ ഫേസ് കണ്ടില്ല, അത് നോക്കാൻ നേരത്ത് കാണാം. എവിടെയെങ്കിലും വെച്ച് കണ്ടെടുക്കാം നമുക്ക്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കട്ടാ. വേണ്ട ഈതം പോണണ്ടാ. ഈതം വെള്ളക്കുതിര ഒറ്റയ്ക്കാണ് ഓട്ടിക്കുന്നല്ലേ. സ്കൂളിൽ ചെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടാ, ഞാൻ കുതിര ഒറ്റയ്ക്ക് ഓടിച്ചെന്നേ. അതും കുതിര ഒറ്റയ്ക്കാണ് ഓട്ടിക്കുന്നത്. അതും പ്രോ, ഈതനും പ്രോ.
അതെ, അവളെ കുതിരയെ മാത്രം പിടിച്ചോണ്ട് പോവുക. സ്വഭാവം അനുസരിച്ചാണെന്ന് തോന്നുന്നു കുതിരയെ കൊടുത്തത്. പറഞ്ഞാൽ കേൾക്കാത്ത കുതിരയെ പാവയ്ക്ക്. ആ എൻ്റെ മോനെ എന്താ വ്യൂടാ. ഇതെന്റെ കുതിരയുടെ പേരാണ്. എന്റേത് ബജ്രംഗി ബായ്ജനായി ബജ്രംഗി. പാവയുടെ കുതിരയുടെ പേരെന്തുവാ? രാജു റാണി. 2 റാണി ഉണ്ട് കേട്ടോ അപ്പൊ ഈ കൂട്ടത്തില്. അതെ 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 അതെ, ब्यूटीफुल. ये समर है ना आपका? यही समर है. यही समर है. देखो हम यहाँ से अभी इस टाइम पे पसीना आ रहा है. ഇത്രയും നേരം നമ്മൾ കയറ്റമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങാണ്. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ബാക്കിലോട്ട് ചാരി ഇരിക്കുന്നത് പോലെ ഇരിക്കണം കേട്ടോ. കസേരയിൽ ചാരി ഇരിക്കുന്നത് പോലെ ഇരിക്കണം. കയറ്റം കയറാൻ നേരത്ത് ഫ്രണ്ടിലോട്ട് വെയിറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ അതാണ് ഇൻസ്ട്രക്ഷൻസ്. വി ആർ ഫോളോയിങ് ദെയർ ഇൻസ്ട്രക്ഷൻസ് വേർഡ് ബൈ വേർഡ്. ബിക്കോസ് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ഒരു സയൻസ് അങ്ങനെയാണ്. നമ്മളിതിൻ്റെ പോളിടെക്നിക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇല്ല അങ്ങോട്ടും കണ്ടാണ് ഇങ്ങോട്ടാണ് പോണത്. ഇതൊക്കെ ഏതൊക്കെയോ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് കേട്ടോ. ബജ്രംഗി ഭായ്ജാൻ ബി ഇതർ ഈ ആകെ ഓക്കെ. ബജ്രംഗി ഭായ്ജാൻ എന്ന് പറഞ്ഞൊരു മൂവി ഇല്ലേ, അതും ഇവിടെ അടുത്ത് എവിടെയും കണ്ടാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. ആ ലൊക്കേഷനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുതിരയ്ക്ക് ശകലം സ്പീഡ് കൂടിയിട്ടുണ്ട്, ഇറക്കമായതുകൊണ്ടായിരിക്കും. ഏതനാണ് ഈ പോണത്? രക്ഷയില്ല. പ്രോ റൈഡർ. ഈ ഒരു ചുറ്റുമതിൽ കിട്ടിയിട്ടിരിക്കണല്ലേ, ഈ ഒരു സ്ഥലത്തിനകത്ത് ക്യാമ്പിങ് അലൗഡാണ്. ഫ്രീ ക്യാമ്പിംഗ് ആണ്. പക്ഷേ ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമേ കാണാറുള്ളൂ ക്യാമ്പിങ്. പിന്നെ ആ സമയത്ത് ഇവിടെ മഞ്ഞൊന്നും ഉണ്ടാവില്ല, ഫുള്ള് ഗ്രീനായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബറൊക്കെ ആയി കഴിഞ്ഞാൽ ഒടുക്കത്തെ മഞ്ഞായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇതാണ് കുതിരയിൽ പോക്ക് നടക്കില്ല. പക്ഷേ മറ്റേ സ്ലെഡ്ജിൽ വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയുണ്ട്, അതിനകത്ത് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആ ഒരാൾ ചുമന്നിട്ട് പോകുന്നുണ്ട്, അത് സ്ലെഡ്ജാണ്. അത് കുതിരയൊക്കെ കെട്ടി വലിക്കണമല്ല, മനുഷ്യന്മാർ തന്നെ വലിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അത് മുകളിലോട്ട് പോകാൻ നേരത്തെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതേ അടിപൊളി കുതിര, സൂപ്പർ കുതിര കേട്ടാ. ഇവർ തിരിച്ചു പോകാൻ നേരത്തെ പോകണം പോക്ക് കാണാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്പീഡിലാണല്ലോ അവിടെ നിന്ന് പറയണ വരുന്നുണ്ട. ഓടിയാണ് പോണത്, അടിപൊളിയാണ്. നൈസ്. लंबा वाला पेड़ क्या है भैया? ग्रीन वाला. हाँ देवदार. വാവേ ഈ ഗ്രീനാണ് ദേവദാരു. അതുകൊണ്ട് ആ മോളിൽ നിൽക്കണം പൊക്കമുള്ള ഇതാണ് ദേവദാരു ട്രീ. ബട്ട് ഇസ്മേ ഫുൾ നെയ് ആത്ത, ഇതിനകത്ത് പൂ വരത്തില്ല എന്ന്. അപ്പോൾ ഈ ദേവദാരു പൂത്തു എന്ന് പറഞ്ഞ പാട്ടത്തിനാണ് അവർ എഴുതി വെച്ചിരിക്കണത്, എനിക്ക് മനസ്സിലാവില്ല. മേ ബി പുള്ളിക്കാരൻ പറഞ്ഞ ദേവദാരു വേറെ ഏതെങ്കിലും ആയിരിക്കും. മലയാളം മൂവി है ना, उसमें एक सॉन्ग आता है, उसमें कहता है देवदारू में फ्लावर आता है. हाँ झूठ बोला उसने. ഓക്കെ. അയ്യോ, ഈ നിൽക്കുന്നതാണ് ദേവദാരു. നമ്മളവിടുത്തെ സൈപ്രസ് മരത്തിൻ്റെ കണക്കാണ് ഏകദേശം ലുക്ക് കേട്ടോ. നൈസ്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ടേ. കൈയൊക്കെ ചെറുതായിട്ട് ഒന്ന് കോച്ച് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ എത്തിയ ഉടനെ നമ്മൾ ഗ്ലൗസ് എടുത്തിടാം. പിള്ളേർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഞാൻ ഗ്ലൗസ് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വിച്ചിൽ ഞെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗ്ലൗസ് എടുത്ത് കളഞ്ഞത്. നല്ല അടിപൊളി വ്യൂ. ആ ഒരു മരം മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നുണ്ട് പിണക്കത്തിലാണ്. ഓക്കെ, ഏതോ ഒരു മൗണ്ടൊക്കെ കാണുന്നുണ്ട്. ഏത് മൗണ്ടാണ്? നമ്മൾ കുതിര അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. അതേ ഒരാളുടെ കയ്യിൽ പിടിച്ച് പോകണ്ട. അതാണ് എൻ്റെ മോൻ ഈതൻ. ആ പുള്ളി എന്ന് പറയുന്നത് മറ്റുള്ള സ്ലെഡ്ജിൻ്റെ ആളാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുവാണ്.
വാവയ്ക്ക് പറ്റത്തില്ല, വാവയ്ക്ക് പേടിയാന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും വാവ ഇത് ചെയ്യത്തില്ല. നമുക്ക് ആ ഒരു സ്ലെഡ്ജ് റൈഡ് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഇതിൽ മഞ്ഞിലൊക്കെ കളിച്ച് ഒരു 2 മണിക്കൂറോടെ നിൽക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. അതായിരിക്കും നൈസ്. ഫസ്റ്റ് സ്ലെഡ്ജ് റൈഡ് പോണു. പോളാ. അയ്യോ പോയി, താഴെ പോയി, ആളെ കാണുന്നില്ല. അതോ പോടാ പൊളി. അപ്പൊ അവർ രണ്ടുപേരും കൂടെ സ്ലഡ്ജിൽ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിൽക്കുകയാണ്, ഞാനും അതും കൂടെ ഇവിടെ നിൽക്കുകയാണ്. അല്ലേ അത്? ഹായ്. വീടല്ലേ, തെറ്റിയടിച്ച് വീടല്ലേ. നമ്മളിവിടെ നിൽക്കുകയാണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഡയലോഗ് എത്രാമത്തെ തവണ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ വീണ്ടും പറയും. എന്തുവാ മോനെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ബ്രെഡ് ടേക്കിംഗ്. ഇവിടെ വന്നിട്ട് ഇത് എൻജോയ് ചെയ്ത് പോകണം ഗൈസ്. അതാണ് ഈ സ്ലെഡ്ജും കാര്യങ്ങളും ഇല്ലേ, ഇതൊക്കെ 1000 രൂപ 1500 രൂപയൊക്കെ അവർ പറയും. ഒരു 800 രൂപ 500 വരെയൊക്കെ ആൾക്കാർ ബാർഗെയിൻ ചെയ്യുന്ന കണ്ടു. ഞാൻ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല വലുതായിട്ട്, കാരണം പാവപ്പെട്ടവന്മാർ അത്രയും വലിച്ചിട്ടാണ് മുകളിൽ കയറി കൊണ്ടുവരുന്നത്. അപ്പം അത്രയൊക്കെ പൈസ അറേഞ്ച് ചെയ്തിട്ട് വരുമോ, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഹോഴ്സ് റൈഡൊക്കെ പിള്ളേർ സെപ്പറേറ്റിൽ വിടണ വേണ്ട നമ്മൾ ആലോചിച്ചതാണ്, പക്ഷെ അവരെ സെപ്പറേറ്റ് വിട്ടപ്പം അവരും പൊള്ളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ കുറച്ച് ക്യാഷ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഇല്ലെങ്കിലും എൻജോയ് ചെയ്യാം. ക്യാഷ് ഉണ്ടെങ്കിലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, പക്ഷേ ക്യാഷ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാം. അതാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ താഴോട്ട് നമ്മൾ ഇതിൽ പോകാൻ നേരത്ത് പറഞ്ഞേരേ. അയ്യോ, അവിടെയാണ് നിന്നത്. ഞാൻ അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് വന്നു. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു ക്ലിഫ് സൈഡ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. വേണ്ടേ, വർത്തിറ്റ് ബ്രോ. കുറച്ചുകൂടെ പോവാം, പക്ഷേ അവിടെ അങ്ങോട്ടേക്ക് ആരും നടന്നിട്ടില്ല. ഫുട് പ്രിൻറ്റ്സ് പോലും ഇല്ല. പ്രശ്നമായാണ്. അപ്പോൾ ഒത്തിരി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടം വരെ പോകുന്നുള്ളൂ. അന്യായ വ്യൂ. ഓ മൈ ഗാഡ്. അപ്പോൾ നമ്മൾ സ്ലെഡ്ജിൽ താഴെ വന്ന്. आपका नाम? मेरा नाम इशवान. इशवाक. इरफान. ओके, इरफान जी, उसने हेल्प किया हमको पूरे घुमाने के लिए. स्लेड्ज किया. നമ്മൾ മൊത്തത്തിൽ എല്ലാവരും സ്ലെഡ്ജ് ചെയ്തു കേട്ടോ. वंडरफुल एक्सपीरियंस. हजवास ग्लेशियर बोलते हैं जगह को. साहब के साथ हमने स्लेजिंग की, बहुत मजा आया सर के साथ हमें. बहुत बढ़िया सर. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ജി, താങ്ക് യു. അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി കുറച്ച് സ്ലോയിലൊക്കെ കളിച്ചിട്ട് നമ്മൾ താഴേക്ക് പോകാനാണ് കേട്ടോ പരിപാടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജി. എല്ലാവരും താങ്ക് യു പറ അങ്കിളിന്. ഓക്കെ, അതാ. ഇനി നമുക്ക് കുറച്ചും കൂടെ മഞ്ഞുരുട്ടി കളിക്കാനുണ്ട്. അത് നമുക്ക് താഴോട്ട് പോയിട്ട് കളിക്കാം കേട്ടോ. ദേ പോണു പോട്ടോ. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ തീയൊക്കെ ഇട്ട് ചൂടൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഇത്തിരി മാഗി ഓർഡർ ചെയ്ത്. ഇത് സ്പെഷ്യൽ മാഗിയാണ്. കോഫിയും. ഇതവിടെ ഇരുന്നേ, ഇരിക്കും. സ്പെഷ്യൽ മാഗിയാണ്. 100 rupees പെർ. ഇത് ഒരെണ്ണത്തിന് 100 രൂപയാണ് കേട്ടോ. 5 രൂപയുടെ പാക്കറ്റ്. യെസ്, ബട്ട് ലൊക്കേഷൻ അവിടെ അവരിവിടം വരെ ചുമന്നുകൊണ്ട് വരണം, ഷോപ്പ് ഇടണം. നോക്ക്, അതാണ് അവരുടെ ഷോപ്പ് സെറ്റപ്പ്. അവിടെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടച്ച് കെട്ടിയ ഒരു പരിപാടിയിലാണ് സംഭവം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗി കഴിക്കാം, കോഫി കുടിക്കാം. പിന്നെ വേറെ സംഭവം, നമ്മളെ കയ്യിൽ 10 പൈസ ഇല്ലായിരുന്നു. ഏത് വളരെ ആരല്ലേ
ഇല്ല, ഒരെണ്ണത്തിന് 100 രൂപ, പിന്നെ കോഫിക്ക് 50 രൂപ. കാണുമോ? വേണ്ട, ഗൂഗിൾ പേ ചെയ്യാൻ പൈസ വെച്ചേക്കാം കയ്യിൽ. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ചെന്നിട്ട് റേഞ്ച് കിട്ടുമ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. അത്ര വിശ്വാസമാണ് ആക്ച്വലി. എന്തായാലും വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നേരെ ഫുഡൊക്കെ കഴിച്ച് ഒരു റൗണ്ട് കൂടെ നമുക്ക് മഞ്ഞിൽ കളിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അതെ, കുതിരപ്പുറത്താണ് തിരിച്ചു പോണത്. ആ, ആദ്യ ചേച്ചിയുടെ കുതിരയുടെ പേര് രാജു, അച്ഛൻ്റെ കുതിരയുടെ പേര് ബജറങ്കി. ബജറങ്കി. എൻ്റെ കുതിരയുടെ പേര് ബജറങ്കി. എൻ്റെ കുതിരയുടെ പേരാണ് സൂപ്പർ പേര്. ശരി ശരി. ഈ ചേട്ടനാണ് നമുക്ക് മാഗി തന്നാട്ടാ. പൈസ നമുക്ക് പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതാണ് അവരുടെ സംഭവം. മാഗിയും കോഫിയൊക്കെ സൂപ്പർത്താ. അപ്പോൾ നമ്മൾ താഴെ ചെല്ലാൻ നേരത്ത് പൈസ അയച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞേട്ടാ. അപ്പോൾ ഫറോസ കർണയ്ക്ക് ലിയേ ധന്യവാദ് ജി. ഓക്കെ, ആപ്കാ നാം താ? മംതാസ്. ഓക്കെ, താങ്ക് യു ജി. നമ്മൾ നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നടുക്കിരിക്കുന്നതാണ് നമ്മളെ വിഗ്രഹം. ആദ്യം തുടരരുത്, ഇത്തിക്കൂടെ ദൂരോട്ട് നിന്ന് കളിയടേ, ഇത്തിക്കൂടെ ദൂരോട്ട് നിന്ന് കളി. ആ ഓക്കെ, നമ്മൾ മഞ്ഞ് കളി തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏറിയോ അച്ഛനെ ഇപ്പോഴേ അറിയല്ലേ? അച്ഛനെ ലാസ്റ്റ് അറിയാവോളെ? ആ, അതാ പരിപാടി കൊള്ളാലോ. അടിച്ചിട്ട് പൊട്ടിക്കുന്നത്. ആ നോക്കട്ടെ. ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇതാവും. ഇത് പറ്റുമോ? ആ പൊട്ടി. ആ ഒരു ഫ്ലോയൊക്കെ പോയി. നീ എന്നെയാണല്ലേ ടാർഗറ്റ് ചെയ്തത്. ഇപ്പൊ ഞാനും കൂടെ കളിയിലോട്ട് അങ്ങോട്ട് കയറട്ടെ കേട്ടാ. ഇവിടെ ഓക്കെ ഫ്രണ്ട്. നൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. മഞ്ഞിലുള്ള കളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നല്ലോണം തണുപ്പൊക്കെ അടിച്ച് ഷൂസിനകത്ത് ഇത്തിരി മഞ്ഞൊക്കെ പോയപ്പോഴത്തേക്ക് പിള്ളേരുടെ കുളം മാറി. അവർക്കിപ്പോൾ വീട്ടിൽ പോകണം എന്നുള്ള ഇതായി. ഏറ്റവും അവസാനം നീതം ചോദിക്കുക, ഇളംകുളത്ത് നല്ല ചൂടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ അമ്മ നമ്മളെ കാശ്മീർ കൊണ്ടുവന്നത്? ആ അവസ്ഥ വരെ എത്തി. ബാബാ, നമ്മളിപ്പം മിക്കവാറും എടുത്ത് അടുപ്പിയിട്ടാലേ പിന്നെ കഷ്ടപ്പെട്ട് പറ്റാനല്ലേ എന്ന് വിചാരിച്ച് വെറുതെ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോകാട്ടാ. അന്തരീക്ഷം കണ്ടിട്ട് ചെറിയൊരു മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നു. അവർ ചുമ്മാ പറയണമെന്ന് അറിയില്ല, ഇടണോ, ബട്ട് ലുക്സ് ലൈക്ക് ഒരു റെയിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം കുതിര ഓട്ടിക്കാൻ പഠിച്ചു തനിയെ. രണ്ടും കൂടെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി നിൽക്കും. വലത്തോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വലത്തോട്ട് പോകും, ഇടത്തോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇടത്തോട്ട് പോകും. എന്നിട്ട് നമ്മൾ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഓടും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ പഠിച്ച് സെറ്റാണ്. പിന്നെ ഇതിന് കുതിര ഓട്ടിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് കുതിരയുടെ ഒരു മാസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുതിര ഓട്ടിക്കാൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടിരുന്നോളും. ഒരു പ്രശ്നമില്ല, കുതിര ഓട്ടിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണെ. ഇപ്പോൾ 3:30 എങ്ങാണ്ടായെന്ന് തോന്നുന്നു സമയം. താഴെ എത്താൻ നേരത്ത് സൈഡ് റൈറ്റ് സൈഡ് ഓക്കെ, റൈറ്റ് സൈഡ് ഉണ്ട്. കുറച്ചൊക്കെ പഠിച്ചു തന്നെയാണ് ഞാൻ ഓട്ടിക്കുന്നത്. സത്യമായിട്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് ഓട്ടിക്കുന്നത് കേട്ടോ. അവരെയൊക്കെ ലീഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുതിരപ്പൻ തന്നെയാണ് ഓട്ടിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് താഴെ എത്തിയിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരേ. ഈതം പോണണ്ട, ഇതിന് വേറെ ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് തല്ലേ ഓട്ടിക്കുന്നു, തല്ലേ സ്പീഡ് കൂട്ടുന്നു, രക്ഷയില്ല. ഓക്കെ കേട്ടാ, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു കേട്ടോ. ഞാനാണ് ഡ്രൈവ് ചെയ്യണം, സത്യം. ഐ ആം ദ ഡ്രൈവർ. ഇത് എന്നെ തോപ്പിച്ചെന്നും പറഞ്ഞ് അവിടെ കിടന്ന് വെല്ലുവിളിക്കുക കേട്ടോ. അപ്പം റൈഡ് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ഇവിടെ നിന്ന് മേടിച്ച ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ തിരിച്ചു കൊടുത്തു. നമ്മൾ ഇവരെ നിന്നാണ് കേട്ടോ മേടിച്ചത്. നിസാർ ഭായി इसके साथ से खरीदा नहीं, रेंट किया ड्रेस. सो अच्छा आदमी है. इधर से घोड़ा भी मिलता है കേട്ടോ. കുതിരയും കിട്ടുന്നുണ്ട്, എല്ലാം സെറ്റാണ്. ഇവിടെയാണ് സ്ഥലം. നമ്മൾ ഇവിടെ ആണ് കേട്ടോ നിന്നത്, ഇതിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മൊത്തം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എടുത്തല്ലേ, മൊത്തം ഒരു 4-5 മണിക്കൂർ എടുത്തു കേട്ടോ മുകളിൽ പോയി വരാനായിട്ട്. ഫുള്ള് പോയിട്ട് തിരിച്ചെത്തി. പൊളി സ്ഥലമായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി തിരിച്ച് വണ്ടിയിൽ കയറി പോകാൻ പോവുകയാണ് കേട്ടോ. ഇതെൻ്റെ കുതിര എവിടെ? മണ്ടേ പോയി. എന്തുവായിരുന്നു പേരെന്തുവായിരുന്നു? റാണി. ഓക്കെ
ഓക്കെ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി വണ്ടിയിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ല, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങാൻ നേരത്തുള്ള വ്യൂ ആണ് കേട്ടോ ബെറ്റർ. കാരണം നമ്മുടെ ആ ഒരു ഫ്രണ്ടിലുള്ള മലയുടെ സൈസ് എന്ന് പറഞ്ഞാൽ അന്യായ സൈസാണ്, ഒടുക്കത്തെ ലുക്കുള്ള മലയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് തിരിച്ചു പോകുന്നത്. നമ്മളിതിൻ്റെ ആ ഒരു സിന്ധു നദിയുടെ പ്രോപ്പർ സൈഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്ക് അപ്പർ സൈഡിൽ കൂടെ അല്ല വന്നത്, അതായത് നമ്മൾ ആ ഒരു സൈഡ് പിടിച്ചല്ലേ വന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടുവരിക. ഓക്കെ, മലയാളീസ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഓരോ കണ്ടായിരുന്നു കേട്ടോ വഴിക്ക് വെച്ചിട്ട്. അപ്പം ആ ഒരു ഇപ്പൊ റിവറിന്റെ കുറച്ചും കൂടെ സൈഡ് പിടിച്ച് പോകാൻ നേരത്ത് ലുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു ഒരു സൂര്യപ്രകാശത്തിന്റെ ഒരു ഇതില്ലല്ലോ, അപ്പം കുറച്ചും കൂടെ ഒരു മജസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഫുള്ള്. നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്യാം. നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ നൈസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് പോകാം. ഞാൻ എന്തായാലും 360 ക്യാമറ എടുത്ത് ബാക്കിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാണ്ട് കുറച്ച് ഷോട്ട്സ് ഒക്കെ എടുക്കാം. എല്ലാം കൂടെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് വരും. ഒപ്പീനിയൻ ഫ്രൈഡ് റൈസ് ഞങ്ങൾ മെനങ്ങാൻ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഫ്രൈഡ് റൈസും രണ്ടാമത്തെ ദിവസം പിസ്സ പറയണ്ട, നല്ല ക്വാണ്ടിറ്റിയും നല്ല സൈസും ഉണ്ടായിരുന്നു, റേറ്റും കുറവ്. അതെ, പിന്നെ വേറെ എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്തു. ബിരിയാണി, ഇന്നലെ ബിരിയാണി അത് നമുക്കൊരു കോംബോ ഓഫറായിട്ട് കിട്ടിയതാ. 3 ബിരിയാണി 400 സംതിങ്ങിന്. അതും നല്ല ക്വാണ്ടിറ്റി രാത്രിയിലും കൂടെ ചേർത്ത് കഴിച്ച്. അപ്പം സൗത്ത് ഇന്ത്യൻസ് കാശ്മീർ വരികയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ എന്തുവരുന്നത് കർത്തുങ്കൽ അല്ലേ, എർത്തുങ്കൽ കഫേ എർത്തുങ്കൽ സ്വിഗ്ഗിയിലുണ്ട് സംഭവം. അപ്പോൾ സ്വിഗ്ഗി ചെയ്തിട്ട് നിങ്ങളുടെ റൂമിലോട്ട് സ്വിഗ്ഗി ചെയ്താലും മതി, ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻസിന് പറ്റിയ മസാലയും സ്പൈസസും കാര്യങ്ങളൊക്കെയാണ്. പുറത്തുനിന്ന് കഴിച്ചിട്ട് ഇതാണ് ശരിക്കും പ്രോപ്പർ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിന് പറ്റിയ. അതെ, അപ്പോൾ ഓക്കെ, ഞാനും കൂടെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറക്കം മൊത്തം കഴിഞ്ഞ് റൂമിലെത്തിയിരിക്കുകയാണ്. പക്ഷേ റൂമിനൊരു വ്യത്യാസമുണ്ട്, നമ്മളെ റൂമിലല്ല ഇത്. ശരിക്കും ഇങ്ങനൊരു ക്ലിപ്പ് ഇങ്ങനെ ഒരു ക്ലിപ്പ് നമ്മൾ റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ പ്രീമിയറിലോട്ട് എടുത്തിടാൻ നേരത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്താണ് സംഭവം എന്നറിയാൻ വയ്യ. അതുകൊണ്ട് ഞാനിത് പ്ലേ ചെയ്തിട്ട് ഒന്നും കൂടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം അതിനകത്ത് പറയുന്ന ഇൻഫർമേഷൻ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, വിഷ്വൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് വിഷ്വലിൻ്റെ ക്വാളിറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ പറയുന്നത് കേൾക്കുക. ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കറക്കം മൊത്തം കഴിഞ്ഞ് റൂമിലെത്തിയിരിക്കുകയാണ്. പക്ഷേ റൂമിനൊരു വ്യത്യാസമുണ്ട്, നമ്മളെ റൂമിലല്ല ഇത്. ശരിക്കും അതെ, വേറൊരു റൂമാണ്. ഇവരെ പരിചയപ്പെടുത്തി തരാം. നമ്മള് വരുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ റൂം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിന് മുമ്പേ വേറെ ഏത് യൂട്യൂബറാണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. ഏതൊരു യൂട്യൂബർ
ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തതാണ് സൈദിന്. സൈദല്ലേ എന്റെ ശരിക്കുള്ള പേര്. അന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ് ഒരു 6 മാസം മുന്നേ എന്തോ. അതെ, അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് അന്നോട്ടേ ചോദിച്ചോണ്ടിരിക്കുക അവിടെ ശ്രീനഗർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് പരിപാടി. ഇപ്പൊ ഇവ അവന്റെ കുറെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് ബ്രോ പാക്കേജ് ഉണ്ട്. അല്ല ബ്രോ ഞാൻ കാറിലാ വരുന്നേ. അതെ പക്ഷേ ചേട്ടൻ പറഞ്ഞു കേട്ടാ എന്താണ് സംസാരിച്ചത്. എന്നെ പറഞ്ഞ് ചാനൽ ലിസ്റ്റ് എടുത്തിട്ട് നോക്കും മുമ്പ് നമ്മൾ എന്താണ് സംസാരിച്ചത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അപ്പം അതാണ്, അങ്ങനെയാണ് ഞാൻ എനിക്ക് ഇവനെ പരിചയം. നമ്മളങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും അതിനുശേഷം പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മള് കാർ എടുത്തോണ്ട് ഇനി പോകുന്നത് നമ്മളിവിടെ റൂമൊക്കെ തപ്പി. അതെ, ശ്രീനഗറിൽ ഡാലിലേക്ക് എത്തിയിട്ടാണ് വിളിക്കുന്നത്. അളിയാ റൂമുണ്ടോ? അതെ, അപ്പം ഇവനെ വിളിച്ചപ്പോഴത്തേക്ക് ഇവന്റെ പ്രോപ്പർട്ടി ഫുള്ളായിരുന്നു അല്ലേ, നിന്റെ പ്രോപ്പർട്ടി ഫുള്ളായിരുന്നു. അങ്ങനെയാണ് മിഥുവിനെ കോണ്ടാക്ട് ചെയ്തത്. മിഥുവിനെ കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ അതായിരുന്നു പറയാ, ആരിഫ്. ഒരു ബെൽറ്റ് ആണ് അപ്പം അങ്ങനെ കുറച്ച് ബെൽറ്റ് ആണ് ഇവര്. അപ്പൊ ഇവരാണ് നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്നത്. റൂം മാത്രമല്ല, നമുക്ക് ഇവിടെ ആവശ്യമുള്ള എല്ലാ ഹെൽപ്പും ഇവന്മാര് തന്നെ ചെയ്യുന്നത് കേട്ടാ. ഇരുത്തിക്കൊണ്ട് പൊക്കി പറയുന്നതല്ല. അങ്ങനെ പൊക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വീഡിയോന്റെ അവസാനം ഞാൻ താഴെ പോയിരുന്നിട്ട് വേറെ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറഞ്ഞു കേട്ടാ. അപ്പം ഇവരാണ് സംഭവങ്ങൾ മുട്ട ഹെൽപ്പ് ചെയ്തത്. ഞാൻ ഈ വീഡിയോന്റെ കുറച്ച് മുന്നേ വേറൊരു ബഡ്ജറ്റിലുള്ള ഒരു ഇതേണക്കത്തെ ഗ്രൂപ്പ് ചെയ്യുന്ന, അതായത് കേരള ടു കാശ്മീർ ചെയ്യുന്നതിനെ ആൾക്കാരെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇവര് അതേ കണക്ക് ബഡ്ജറ്റ് ട്രാവല് ചെയ്യുന്നതാണ്. ബാച്ചിലേഴ്സിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പരിപാടി എന്തോന്ന് ജസ്റ്റ് ഒന്നും ട്രാൻസ്പോർട്ടേഷനും സ്റ്റേയും പിന്നെ ഷിക്കാര റൈഡും. ഓക്കെ ഓക്കെ. ബാച്ചിലർ ഈ ചെക്കന്മാരൊക്കെ കയറി വരുമല്ലോ, 10 രൂപ കൈ പിടിച്ചിട്ട് കാശ്മീർ കാണണമെന്നൊക്കെ പറഞ്ഞു കയറി പോകാൻ 4000 രൂപ പാക്കേജ് ആണെന്ന് പറയും. അങ്ങനെ വന്നല്ലേ നീയും? അങ്ങനെ ഒരിക്കൽ കാശ്മീർ വന്നതാണവൻ. അപ്പൊ അതെ, അതാണ് എന്റെ ഫ്ലാഷ് ബാക്ക്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പിലുള്ള പാക്കേജും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ അതിനനുസരിച്ച് എമൗണ്ടിന്റെ വേരിയേഷൻസ് വരും. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഇവ ഭയങ്കര ഫോർമലാണ്. ഒരു കാര്യങ്ങൾ പറയുമ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല, നമ്മളിപ്പോ കാര്യങ്ങൾ പറയണ വ്യക്തമായിട്ട് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു വീഡിയോന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണല്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണ കാര്യമാണ്. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മളെപ്പോഴും ശരിയായിരിക്കണം. ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ ഗുൽമർഗ് വരെ വണ്ടി പോയി, സ്നോ ആണെന്നുണ്ടെങ്കിൽ തന്മർഗ് വരെ വണ്ടി പോകും, ചെയ്തിട്ട് വണ്ടി എടുത്ത് പോകണം. നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യമേ ചില, പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനും പറ്റുമോ? ചില അൺപ്രെഡിക്റ്റബിൾ സംഭവങ്ങൾ ഉണ്ടല്ലോ. അതെ, പിന്നെ ഡിപ്പെൻഡ് ഓൺ ക്ലൈമറ്റ് അല്ലേ ട്രാവലിംഗ് മൊത്തം ഈ ഒരു സ്ഥലത്ത് വരുന്നത്. അതെ, അതിന്റെ ഒരു ചെറിയ അപ്പൊ സംഭവമാണ്, അവര് 4000 തൊട്ട് പാക്കേജുകളുണ്ട് ബാച്ചിലേഴ്സിന്. 7000 നോർമലി കിടക്കേണ്ടി വരും. അല്ല, നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ അഡ്ജസ്റ്റബിൾ ആണെന്നുണ്ട്. അതെ അതെ അതെ. അത് മാത്രല്ല കേട്ടോ, നമ്മള് കാശ്മീര് വരുന്ന ഏത് മലയാളിക്കും വിളിക്കാൻ പറ്റുന്ന ടീമുകളാണ് ഇവന്മാർ രണ്ടുപേരും. അതെ, അപ്പൊ ഇവരുടെ അതെ വിളിച്ചിട്ടില്ലെങ്കിലും വിളിക്കാം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് ഇന്നലെ തന്നെ അറിയാം. ഇൻസിഡന്റ് ഞാൻ പറയുന്നില്ല, എന്നാലും ഇന്നലെ ഒരു ഇൻസിഡന്റ് നടന്നപ്പോഴത്തേക്ക് ഇവരുടെ പാക്കേജിൽ വന്ന ആളല്ല, എന്നിട്ട് പോലും ഓടി നടന്നത് ഇവനാണ്. അവന്റെ ഉറക്ക ക്ഷീണം അവന്റെ അതെ, നമ്മളും പാക്കേജ് എടുത്തിട്ട് വന്നതല്ല, ഇവിടെ വന്നിട്ട് വിളിച്ചത് ഇവരെ. അതെ, മലയാളികൾക്ക് കാശ്മീർ ശ്രീനഗറിൽ മെയിൻലി അല്ലെ, ശ്രീനഗർ മണാലിയിലും ഉണ്ട്, ഡൽഹി ആഗ്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻലി ഏകദേശം ഇപ്പോഴത്തേക്ക് ഈ ഒരു സൈഡാണ് നമ്മുടെ നോർത്ത് ഇന്ത്യ സൈഡാണ്, ഡൽഹി, ആഗ്ര, മണാലി, നമ്മുടെ ശ്രീനഗർ. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന ആരുണ്ടെങ്കിലും മലയാളികൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. ഇവന്മാരെ രണ്ടുപേരുടെ നമ്പർ ഇവിടെ വെച്ച സംഭവം കട്ടായി പോയി. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവരുടെ രണ്ടുപേരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുക, എന്തുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇവന്റെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്ത് വെച്ചോ എന്നാണ് പറയുന്നത്. ബാക്കി ക്ലിപ്പിലുണ്ട്, ഇവന്റെ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ് ബാക്കിയുള്ളത്. ആ ക്ലിപ്പ് നമുക്ക് കാണാം.
ഇടയ്ക്ക് വെച്ച് ഫോണൊന്ന് കട്ടായി കേട്ടോ. ഐഫോണിന് അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞത് മഞ്ഞുമലയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതെ ഗൈസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അതെ. പിന്നെ അപ്പം ജമ്മുവിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സീസൺ ഉണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ടൂലിപ്പ് വിരിഞ്ഞോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം അപ്ഡേറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളപ്പോൾ ഏത് സമയത്താണ് വരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അപ്പം അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? വരിക അതാണ്. കാശ്മീര് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വരാൻ പറ്റത്തില്ല. ഇരുന്നിരിപ്പി ക്ലൈമറ്റ് മാറുന്നതാണ്. നിങ്ങൾ 2 ദിവസം ജമ്മുവിൽ പെട്ടല്ലോ. അതെ. അതുകൊണ്ട് അതെല്ലാരും പ്രോബ്ലം അല്ല. പിന്നെ വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ആരും അതിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. എല്ലാരും വിചാരിക്കുന്നത് ലക്ഷങ്ങളാവൂന്നാണ്. പക്ഷെ അല്ല, 4000-നും 10,000-നും വന്ന് കാണാൻ പറ്റും. കേരള വരെ നമുക്ക് ടിക്കറ്റ് ഉൾപ്പെടെ 13 രൂപയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ്. അപ്പൊ അത്രയും ചീപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക, അടിച്ചു പൊളിക്കുക, വരിക, എൻജോയ് ചെയ്യാൻ പോവുക അല്ലേ. അപ്പം സ്പെഷ്യൽ താങ്ക്സ് ബ്രോ. ഇത്ര നേരം സംസാരിക്കാതിരുന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ബ്രോ. അതെ, ഇവന്റെ കൂടെ ഉള്ളതാണ്, ഈ പാക്കേജിന്റെ കൂടെ ഉള്ളത്. അതെ ഇവരെ കൂടെ കൂടി. അതെ നീ ഇവിടെ നിന്നോട്ടാ. ഇതാ എടാ ഫിറ്റാണ്. ഈ എവിടെ പോയാലും സോൾജറിനെ കാണാൻ നേരത്ത് അച്ഛാ ഈ സോൾജറിന്റെ അടുത്ത് പറയണം ഞാൻ സോൾജർ ആണെന്ന് കേട്ടാ. അയ്യോ പിടിച്ചു നിർത്തി. അപ്പൊ ഓടി ഫുഡ് കൊടുക്കണം. ഡോഗിന്റെ പേര് പറഞ്ഞോട്. എൽദോയുടെ സൗണ്ട് എങ്ങനെ ഇരിക്കും? ഇവിടത്തെ പട്ടികളെല്ലാം എൽദോന്റെ സൗണ്ടിലാ കുരക്കണേ. സൈസ് ഉണ്ട്. സൈസുള്ള ഡോഗ്. എന്നോട് പറഞ്ഞു. ഇപ്പൊ നമ്മള് നടന്നു വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞായിരുന്നു പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിവിടുന്ന് കത്തിയടി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. കുറച്ചു നേരം കൂടെ കത്തിയടിച്ചിട്ടേ താഴെ പോകുന്നുള്ളൂ. അതെല്ലാം നിങ്ങൾ കേട്ടോണ്ടിരിക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. 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 നമ്മള് ഷിക്കാര റൈഡ് തുടങ്ങി. ആസ് യു ക്യാൻ സീ നമ്മുടെ മെമ്പേഴ്സിൽ ഒരാൾ മിസ്സിങ് ആണ്. ആളതെ ഇല്ല, ബോട്ടുകാർ തട്ടിക്കൊണ്ടുപോയി ഗൈസ്. പക്ഷെ തട്ടിക്കൊണ്ടുപോയി അവർ കൺവെർട്ട് ചെയ്തു. ഇവിടെ വന്നപ്പോൾ കുട്ടി മലയാളിയായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് മലയാളം അറിയില്ല, കാശ്മീരിയായി. നല്ല ഫോട്ടോസൊക്കെ എടുപ്പിക്കുന്നുണ്ട്. ഇതേ ആ കുട്ടി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യൂട്ട്, അടിപൊളിയാതു, സൂപ്പർ ഏട്ടാ. എന്ത് സുന്ദരിയായിട്ടിരിക്കണം നോക്കിയാണ്. അസ്ലി കാശ്മീരി. സൂപ്പർ. ഒന്ന് ചിരിച്ചു കാണിച്ചേ. വെരി ഗുഡ്. സൂപ്പർ ഏട്ടാ, അടിപൊളി. എനക്ക് അടുത്ത ആൾ അവിടെ റെഡിയാവാൻ പോയിട്ടുണ്ട്. അടുത്ത കാശ്മീരി സ്മൃതി ഇറാനി കാശ്മീരി വേണമെങ്കിൽ പറയാം. ഓക്കെ, അവർ ആ ഡ്രസ്സ് ഇടിക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അവരിങ്ങനെ ദൂരെ കൊണ്ടുപോകണത്. എന്നിട്ട് ചോദിച്ചാൽ പറയും ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോ കിട്ടുള്ളൂ. സംഭവം കണ്ട അവർ വേറെ പോസ് അവിടെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ നമുക്കൊരു 1-2 ക്ലിപ്സും 1-2 ഫോട്ടോസും ഒക്കെ ഇവിടെ അടുത്ത് വരാൻ നേരത്തെ എടുക്കാം. വലിയ പ്രശ്നമൊന്നും വരത്തില്ല. എന്നാലും അതാണ് അവരേന്ന് ആ ഒരു സോഫ്റ്റ് കോപ്പി മേടിപ്പിക്കാനുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ദാറ്റ്സ് ഫൈൻ ബിസിനസ്. അപ്പം ഈ ഡാൽ ലേക്കിലെ വെള്ളം നിറയ്ക്കുന്നത് സ്മൃതിയാണ് കേട്ടോ. ഇന്നലെ ഇത്തിരി വെള്ളം കുറവായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഡാൽ ലേക്കിൽ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്ര മതിയെന്ന് സ്മൃതി തീരുമാനിച്ച് അങ്ങനെ ആ ഒരു സംഭവം തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അടുത്ത ആൾ പോയിട്ടുണ്ട്. അടുത്തത് ഈദനും അമ്മയും കൂടെയാണ് എടുക്കാൻ പോണത്. ഈദനെ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ സ്മൃതിനെ എടുക്കുന്നുണ്ട്. ഞാൻ സ്മൃതിയും കൂടെ ഇപ്പം കുറേ കപ്പിൾ ഫോട്ടോ ഒക്കെ പോയി എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് കത്തിയാണ് ഒബിയസ്ലി, ബട്ട് എന്നെ പറഞ്ഞ കണക്ക് തന്നെ ദിസ് ഈസ് 1 ടൈം മെമ്മറി. ഒറ്റ സമയം നമ്മൾ ഈ സംഭവം എടുക്കത്തുള്ളൂ. ഇത് നമുക്ക് ലൈഫ് ടൈം ട്രഷർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആണ്.
ദേ അവിടെ ഈദൻ മഹാരാജാവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൈയൊക്കെ കെട്ടി നൈസായിട്ട് നിൽപ്പുണ്ട് തമ്പുരാൻ. കണ്ടാ നൈസ്. നമ്മളെ 3-ാം ദിവസം ശ്രീനഗറിലെ പരിപാടിയിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വാവ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു ഷോപ്പാണിത്. നമ്മളെ വട, ഉഴുന്ന് വട, നമ്മളെ പ്രോപ്പർ കേരള സ്റ്റൈൽ ഉഴുന്ന് വട തന്നെ കേട്ടോ. എന്നിട്ട് മസാല ദോശ ഇഡ്ഡലി. ഇഡ്ഡലി എന്നുള്ള പേര് കണ്ടപ്പോൾ അവളുടെ മുഖത്തുള്ളൊരു പ്രസരിപ്പൊന്ന് കാണണമായിരുന്നു. പെറ്റണീറ്റ തള്ള ആദ്യമായിട്ട് കുട്ടിയെ കണ്ടതുപോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്മ അതിന് പ്രസരിപ്പായിരുന്നു. ശ്രീനഗറിന്റെ ഒരു ഘാറ്റ് 1-ല് കയറുന്ന ആ ഒരു മെയിൻ ഈ ഇഷ്ടിക്കാരെയൊക്കെ നിർത്തിയിടുന്നതിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഷോപ്പ്. വെളിയിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ആ ഷോപ്പിൽ കയറി നമ്മൾ ഇഡ്ഡലി, വട, മസാല ദോശ കഴിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നത്. അത് പാഴ്സൽ മേടിച്ചുകൊണ്ട് നമ്മൾ വണ്ടിയിൽ വെച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ഇന്ന് നേരെ പഹൽഗാമിലേക്ക് പോവുകയാണ്. പഹൽഗാമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പത്താൻകോട്ടിലേക്ക് നമ്മൾ പോകും. പത്താൻകോട്ടിൽ എവിടം വരെ എത്തുന്നോ, പത്താൻകോട്ട് എത്തൂലെന്ന് ഉറപ്പാണ്, പക്ഷേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് എവിടെ എത്തുന്നോ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പം ശ്രീനഗറിലെ 3-ാം ദിവസം വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നവർക്ക് മഴ പെയ്യുന്നത് ഓക്കെ സംഭവമാണ്. സോൻമർഗിലും ഗുൽമർഗിലും ചെറുതായിട്ട് സ്നോഫാൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ കാശ്മീർ റോഡ് ചിലപ്പം റിസ്ക് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഇനി പെഹൽഗാം കയറിയിട്ട് ഇറങ്ങാൻ നേരത്ത് അറിയാം വേറെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവിച്ചതുപോലെ മിക്കവാറും പത്നി ടോപ്പിലോ എവിടെയെങ്കിലും കയറി തമ്പടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് തമ്പടിക്കേണ്ടി വരും. വഴിയിൽ സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പെഹൽഗാമാണ്. മഴയുണ്ടെങ്കിൽ ഒബിയസ്ലി ഉള്ളിലോട്ട് പോക്ക് മറ്റേ ട്രക്കിങ് പരിപാടി നടക്കത്തില്ല. നമുക്ക് ജസ്റ്റ് ആ ഏരിയയൊക്കെ ഒന്ന് കണ്ട് ആപ്പിൾ വാലിയൊക്കെ കണ്ട് ആപ്പിൾ ട്രീസൊക്കെ കണ്ട് പിന്നെ അവിടെ ഈ ബാറ്റ് ഫാക്ടറിയോ അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. നാഷണൽ ഹൈവേ 44 ഫുള്ള് ചുമന്ന് കിടക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി ട്രാഫിക് ബ്ലോക്ക്. ഇപ്പം ഒരു അരമണിക്കൂറായി നമ്മൾ ഈ ബ്ലോക്കിൽ കിടക്കുന്നു. കുറേശ്ശെ ഒരു മൂവ് ചെയ്തൊരു 100 മീറ്റർ മുമ്പിൽ വന്ന് കാണും ഈ അരമണിക്കൂർ കൊണ്ട് കേട്ടോ. നല്ല മുട്ടം ബ്ലോക്കാണ്. എന്തിനാണ് സംഭവം എന്നറിയാൻ വയ്യ. സംഭവം ഇത് ബ്ലോക്കല്ല കേട്ടോ, മിലിറ്ററിക്കാർ വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട് സംഭവം എന്നറിയാൻ വയ്യ. 2-3 കോൺവോയ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മിലിറ്ററിയുടെ എന്തെങ്കിലും പരിപാടിയായിരിക്കും. നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവിടെ പഠിക്കുന്ന 2 പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എടാ ഒരു ഹായ് പറഞ്ഞു തരടാ വ്ളോഗിന് വേണ്ടിയിട്ട് കേട്ടാ. ഇവരിവിടെ തന്നെ പഠിക്കുക. അപ്പം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി. എൻ്റെ പേരെന്തായിരുന്നു? ഫാസില് മുഹാദ്. ഓക്കെ, അപ്പോൾ വിട്ടോ ഉമ്മാര് എങ്ങോട്ട് പോയിരുന്നു? പെഹൽഗാമിലേക്ക് പോകും ഒരു വണ്ടി എടുക്കാനായിട്ടല്ലേ. അപ്പോൾ നിങ്ങളെ കാണാം. നമ്മളിവിടെ ഒരു ബാറ്റിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടെ വരുന്നവരെല്ലാവരും ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം അതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈദിന് പറ്റുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബാറ്റും കൂടെ മേടിച്ചിട്ട് പോകാമേ. ഓക്കെ, ഇത് വില്ലോന്റെ ലക്കടി എന്ന് പറയുമ്പോൾ തടിയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അവര് ഇത് ഇങ്ങനെ ഒരു സൈസിന് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്.
നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഒരു ചെറിയ പിക്കപ്പിൽ കൊണ്ടുവരുന്നത്. ഏവാല ട്രീ ആണ്. ഇതാണ് കേട്ടോ കാശ്മീരി വില്ലോ ട്രീ. നമ്മൾ പല സ്ഥലത്തും കണ്ടതാണ്. നമ്മൾ സൈഡൊക്കെ പ്രൂൺ ചെയ്ത് നിൽക്കണ കണ്ടില്ലേ, ആ ട്രീ ആണ് സംഭവം. സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയണത് ഈ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ്. കണ്ട ഈ ഒരു സംഭവം വെച്ച് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കുകയാണ് സ്റ്റെപ്പ് 1 എന്ന് പറയണത്. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. ആ ഒരു ബേസിക് ഷേപ്പ് ഉണ്ടല്ലോ ബാറ്റിന്റെ. കാസ്കോ ബാറ്റ്. അതിന്റെ ഹാൻഡിലാണ് കേട്ടോ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ഇതിന്റെ ഈ ടേം ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ അല്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ സംഭവം ഇതാണ് അതിന്റെ പിടിയും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. ഇതൊക്കെ അതിൻ്റെയൊക്കെ ഏതൊക്കെയോ ഈ സംഭവങ്ങൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ ആ ഒരു ബാക്കിലത്തെ ഷേപ്പ് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു കട്ടറാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് ബ്ലേഡ് ഉണ്ട് സംഭവം കണ്ടാ, തേണ്ടിരിക്കണ. അപ്പൊ അതിനകത്തോട് സർഫസ് ലെവൽ ചെയ്യുന്ന മെഷീനാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. കണ്ടാ, ഇതിനകത്തും ബ്ലേഡ് ഉണ്ട് കണ്ടാ. ഈ സാധനം കടന്ന് സ്പീഡിൽ കറങ്ങി ജസ്റ്റ് സ്മൂത്ത് ചെയ്ത് എടുക്കുന്ന സംഭവം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ബാറ്റ് ഉണ്ട്, സ്റ്റമ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ളുണ്ട് കേട്ടോ. അവിടെയൊക്കെ പിട്ടാ ബാറ്റുകൾ ഇരിപ്പുണ്ട്. ഇവിടെയും മറ്റേ ഇത് ടെന്നീസ് ബോളിൻ്റെ ബാറ്റാണെന്ന് തോന്നി ഇരിക്കുന്നത്. ബാക്ക് കട്ട് ചെയ്യുന്നത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സൂപ്പർ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നിനക്ക് ബാറ്റ് വേണോ? സെറ്റാക്കാം. നിനക്ക് ബാറ്റ് വേണോ? അപ്പോൾ നമ്മളിവിടെ നിന്നാണ് കേട്ടോ BIS സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. നല്ല അടിപൊളി ബാറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ ഇവരുടെയും കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിരിക്കാം. നമ്മൾ ഇത് നമ്മുടെ നാഷണൽ ഹൈവേ 44 തന്നെയാണ്, നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്ന റോഡ്. അപ്പോൾ ആ റോഡിൽ അനന്താങ് എന്ന് പറയുന്ന സിറ്റിയോട് അടുക്കാൻ നേരത്ത് ഇതേ കണക്കത്ത് ഇഷ്ടം പോലെ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്ക് താണ്ട ഈ റോഡിലൂടെ വരാൻ നേരത്താണ്ട് അതിൻ്റെ മുകളിൽ കണ്ട ഇതേ കണക്കത്തെ ഒരു സംഭവം വെച്ചിരിക്കുന്നതാണ്. അതിപ്പം ബാറ്റ് ഫാക്ടറി ആയിരിക്കും. അത് വില്ലോ ട്രീസ് ആണ് താണ്ട ഈ വെച്ചിരിക്കുന്നതാണോ, ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ആ വെച്ചിരിക്കുന്നത് ബാറ്റിൻ്റെ ഫാക്ടറി ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പം ജസ്റ്റ് കയറി നോക്കുക. ഈ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ടീമുകളാണെങ്കിൽ ഇവിടെ നിന്ന് ബാറ്റ് മേടിച്ചുകൊണ്ട് പോവാം. നല്ല കോർക്ക് ബാളൊക്കെ ഇട്ട് കളിക്കുന്ന ബാറ്റുകളൊക്കെ ഇവിടെ നിന്ന് 1500 രൂപ അവർ പ്രൈസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ അതിലും താഴെ കിട്ടുമായിരിക്കും. നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഐ എം നോട്ട് എ പ്രൊഫഷണൽ. എനിക്ക് ക്രിക്കറ്റുമായിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ വാക്ക് ഫുള്ള് വിലക്കെടുക്കരുത്. എന്നാലും എൻ്റെ കണ്ണുകൊണ്ട് നോക്കാൻ നേരത്തെ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പെഹൽഗാമിലേക്ക് പോകുന്ന വഴി ഒരു സ്ഥലത്ത് കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതൊരു ആപ്പിൾ തോട്ടമാണ്, ആപ്പിൾ ഷോപ്പും ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജ്യൂസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോൻ്റെയും ഓഡിയോ നമുക്ക് നഷ്ടപ്പെട്ടു. ബൈ ദ വൈ, ഇതാണ് നമ്മുടെ മെയിൻ സ്പോൺസർ ശരത്. നമ്മുടെ നാട്ടിലെ ശരത് കുമാർ എന്നറിയപ്പെടുന്ന, രാജാവ് എന്നറിയപ്പെടുന്ന ശരത്തളിയനാണത്. ഇവനാണ് നമുക്ക് ഒരുപാട് പൈസയും മറ്റ് സഹായങ്ങളും ഒക്കെ ചെയ്ത് സഹായിച്ചത്. അപ്പം അവനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്തായാലും അവന് ലൈവായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ. അളിയൻ നമുക്ക് ബെസ്റ്റ് ഓഫ് ലക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിന് നടുക്കായിട്ട് കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന പാകത്തിന് ഓരോരോ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ആപ്പിളൊക്കെ ഏകദേശം പൂത്ത് തുടങ്ങി, ചെറുതായിട്ട് വന്ന് തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഇതിൻ്റെ പ്രോപ്പർ സീസൺ എന്ന് പറയുന്നത്, അതായത് പിടിച്ചിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സീസൺ എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ മാസത്തിലാണ്. പിള്ളേർ ഇവിടെ വന്നിട്ട് ഡാൻഡ്ലിയോൺസും തപ്പി ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇതേപോലെ അവർ അവിടെ കിടന്ന് എൻജോയ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ലൊരു കുളിർമയുണ്ട്. ഇതുവരെയുള്ളൊരു തണുപ്പല്ല അല്ലേ, ഒരു കുളിർമയുണ്ട്. അപ്പോൾ അവർ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. മഡ്ബറിയുടെ ജാമുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം, പൊളി സാധനം. പിന്നെ ആപ്പിൾ ജാമുണ്ട്, അതേ ടേസ്റ്റ്, അതെ ആപ്പിൾ ജാമുണ്ട്. പക്ഷേ ആപ്പിളിൻ്റെയും മറ്റേ ആപ്പിൾ വിനെഗർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അറിയായിരിക്കും കുറച്ച് പേർക്ക്. അതിൻ്റെ ഒരു ടേസ്റ്റാണ്, ഒരു സിറപ്പിൻ്റെ ടേസ്റ്റാണ് സംഭവം. അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയത്തില്ല. പിന്നെ പിക്കിളും കുഴപ്പമില്ല. നമ്മുടെ അമ്പഴങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് സാധനം, ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നില്ല. ആപ്പിൾ ചട്നിയും സെയിം, അമ്പഴങ്ങ ചട്നി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആപ്പിൾ ചാതച്ച് ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നൈസാണ് കേട്ടോ, നൈസാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് സംഭവം. അതിൻ്റെ പ്യൂർ, അതാണ് പ്യൂർ സാധനമാണ് ഇത് കേട്ടോ. ഇതൊരു രക്ഷയില്ല. ഏതാ ഫിഗിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ, എന്തതിൻ്റെ സെയിം
ആ മൾബറിയുടെ കണക്ക് തന്നെ നല്ല ടേസ്റ്റ്. ആണോ? നോക്കട്ടെ, ഇത്തിരി തന്നെ സ്പൂൺ എടു. അപ്പൊ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏതാ എൻ്റെ പേരെന്തായിരുന്നു? ഫിഗിന്റെ ജാമാണ് കേട്ടോ അത്. ഫിഗ് എന്ന് പറയുന്നതിന്റെ ജാമാണ്. ഓ, ഇത് പക്ഷെ ഭയങ്കര സ്വീറ്റ് അല്ലേ? ഭയങ്കര ഷാർപ്പ് സ്വീറ്റ് സാധനം. ഇതും കൊള്ളാം കേട്ടോ ഐറ്റം. ഇത് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു സ്വീറ്റ്. മറ്റേത് കുറച്ചും കൂടി ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരുന്നു. അതൊരു ചെറിയൊരു പുളിപ്പും എല്ലാം കൂടെ ഉണ്ട്. പക്ഷെ ഇതും കൊള്ളാം. അപ്പം ഇതുവരെ ട്രൈ ചെയ്തതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫിഗിന്റെ ജാമും പിന്നെ നമ്മുടെ മഡ്ബറിയുടെ ജാമുമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും നമുക്ക് ഒരു 1-2 സാധനം മേടിച്ചോണ്ട് പോകാം. ജ്യൂസ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കുറച്ച് ജ്യൂസും കൂടെ മേടിച്ചോണ്ട് പോകായിരുന്നു. അതെ അതെ അതെ, സംഭവം കൊള്ളാം. അപ്പൊ നമ്മള് കുറച്ചും കൂടെ ആപ്പിൾ സിപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് വണ്ടിയിലോട്ട് കയറും. നമ്മള് അങ്ങനെ അവിടുത്തെ ആപ്പിൾ ജ്യൂസും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 20 കിലോമീറ്ററും കൂടെയാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മള് കുറച്ച് മേടിച്ചത് മൾബറി ജാമും ഫിഗിന്റെ ജാമും മേടിച്ചോട്ടോ. രണ്ടിന്റെ 2 ബോട്ടിൽ വീതം മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു 1 കിലോ ആപ്പിൾ മേടിച്ചേട്ടോ. ആപ്പിള് മറ്റേ റെഡ് ആപ്പിൾ അല്ല, മറ്റേ ഒരു യെല്ലോയിഷ് കളറുള്ള ഒരു ആപ്പിൾ ഉണ്ടല്ലോ, ആ സംഭവമാണ് മേടിച്ചത്. ഗ്രീൻ ആപ്പിൾ അല്ല, ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളറുള്ള ഒരു ആപ്പിളാണ് മേടിച്ചത്. അതിനാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇതിലൂടെ ഒരു ടേസ്റ്റ് ഉള്ളത്. നോർമൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ആപ്പിളിന്റെ ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് അല്ല. അതെ അതെ അതെ. അതെന്താണോ നമ്മള് ചിലപ്പോ മാങ്ങയുള്ള നാട്ടിൽ കിടക്കുന്നുണ്ടായിരിക്കും. കാരണം ഇത്ര ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മാങ്ങ നമ്മുടെ മുമ്പിലിരിക്കുമ്പോ എന്ത് ആപ്പിളൊക്കെ എന്തൊരു ആപ്പിൾ. പക്ഷെ ഈ ആപ്പിളില് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു രുചി ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ഗോൾഡൻ ആപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കുറച്ച് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രീനറി ഉള്ള നമ്മളൊരു എന്താ പറയുന്നത് ഒരു ഫാമിലായിരുന്നു, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും അതേ കണക്ക് തന്നെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പ്ലേസിലൂടെയാണ്. നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ. ഭയങ്കര നമ്മുടെ ഈ കാശ്മീരിന്റെ തണുപ്പല്ല, നമ്മളൊരു ഊട്ടി കൊടൈക്കനാലിന്റെ ഒരു അല്ലെങ്കിൽ ഒരു വയനാട് മൂന്നാറിന്റെ തണുപ്പ് അല്ലേ, അങ്ങനത്തെ ഒരു തണുപ്പുള്ള ഒരു സ്ഥലമാട്ടോ. നല്ല രസമുണ്ട് ഇതിലിവിടെ വണ്ടി ഓടിക്കാൻ. കുളിരി, അതെ അതെ അതെ, കുളിരുള്ള തണുപ്പ്, അല്ലാണ്ട് ഒരുമാതിരി തണുപ്പല്ല. നമ്മള് പെഹൽഗാം എത്തി. നമ്മളെ വണ്ടി ഇതേ കിടക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മള് വേറൊരു മലയാളീനെ കണ്ടിട്ടോ. വണ്ടിയുടെ നമ്പർ കണ്ടിട്ട് KA രജിസ്ട്രേഷൻ ആണ്, പക്ഷേ മലയാളീസാണ്. 2 പേര് ക്യാമ്പിങ്, ഫുള്ള് ക്യാമ്പിങ് സെറ്റപ്പ്. നല്ല അടിപൊളി വണ്ടി, നല്ല കിടുവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കിടുവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പോപ്പപ്പ് ടെൻ്റാണ്. നമ്മളാ വണ്ടിയിൽ നിന്ന് ആ സൈഡിലേക്ക് പോപ്പപ്പ് ആവുന്ന ടെൻറ്റും ഓണിങ്സും ഇതിനകത്ത് തന്നെ പവർ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം, അതായത് ഓഫ് റോഡ് പ്രോപ്പർ ഓഫ് ഗ്രിഡ് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മളെ വാട്ടർ സിസ്റ്റം, ഞാനിത് കുറേ നാളോട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്നു, അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. ഇത് നമ്മൾ വാട്ടർ ടാങ്കാണ്. അവിടെ മറ്റേ ഷവറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ പൈപ്പായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് മറ്റേ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം, ഫുള്ള് സെറ്റപ്പ് അടിപൊളി. ഫുൾ ഓഫ് ഗ്രിഡ് വേണമെങ്കിൽ പോവാം. അതെ, എന്താ 3 ദിവസത്തേക്ക് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ഫുള്ള് നമുക്ക് ഫുള്ള് സാധനങ്ങൾ കണ്ടു. ഡീസൽ ജനറേറ്റർ ആണോ? അതിന് ജനറേറ്റർ ആണോ അതോ? ഇത് ഒരു ഇക്കോ ഫ്ലോ എന്നൊരു കമ്പനിയാണ്, പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. സോ അത് വന്നിട്ട് യു ക്യാൻ റൺ മൈക്രോവേവ്, ഫ്രിഡ്ജ്, 230 വാട്ട്സ് വരെ 2000 വാട്ട്സ് വരെ യൂസ് ചെയ്യാം. ഓസം കിടു. അങ്ങനെ അടിപൊളി ഒരു സെറ്റപ്പ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ നിയർ ഫ്യൂച്ചർ നടക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർ ലേഡീസ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി മച്ചാനാണ്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടുകയാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത് പാർക്കിംഗ് അലൗഡ് ആയിട്ടുള്ള സ്ഥലമല്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകണേ. നമ്മുടെ വണ്ടിക്കാർ പോയി കേട്ടോ. അപ്പം അവരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഓഫ് ഗ്രിഡ് ക്യാമ്പിങ്ങിനെ കുറിച്ചൊക്കെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ നല്ലൊരു ഫിഷ് കറി കണക്കത്തെ ഒരു സംഭവം കിട്ടിയായിരുന്നു. എന്നിട്ട് നമ്മുടെ സാധാരണ റൈസും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് കേട്ടോ. നല്ല മഴ പെയ്തു അതിൻ്റെ ഇടയ്ക്ക്, അതുകൊണ്ടാണ് ആ സമയത്ത് പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അതാണ്ട് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആട് വരുന്ന ബാക്കി ഫുള്ള് അവിടെ മേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുകയാണ് എല്ലായിടത്തും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ റോഡും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. അവിടെ മുകളിലോട്ട് സെറ്റാണ്. മലയാളിയാണോ? കണ്ടാ
അല്ല 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 അല്ല, ചുമ്മാ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നു നോക്കിയതാ. എന്താ? ആ വാളല്ല കൊടയാണ്. അപ്പോൾ നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഈ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സംഭവങ്ങൾ, അവിടെ ലേക്ക് ഉണ്ട്, റിവർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ കേട്ടോ. കാരണം ഇവിടെ ഇപ്പം തന്നെ ഒരുപാട് സമയമായി, നല്ല ബ്ലോക്കും മറ്റേ കോൺവോയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. ഇപ്പം 3 മണിയും കണ്ടായി തോന്നില്ലേ, 3 മണിയും കണ്ടായി. അപ്പോൾ 2 മണിക്കൂർ റൈഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് തോന്നുന്നില്ല എങ്ങും എത്തത്തില്ല. അപ്പോൾ എവിടെയാണോ എത്തുന്നത് അവിടെ സ്റ്റേ അടിക്കാനാണ് പരിപാടി. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇപ്പോഴേ ഇറങ്ങാൻ പോവാണേ. നമ്മൾ ഒരു റൂം ആൾറെഡി സെറ്റ് ചെയ്തിട്ടോ, ഇവിടെ തന്നെ സെറ്റ് ചെയ്തു. ഒരുപാട് ഡ്രൈവ് ചെയ്യാൻ നിന്നില്ല, കാരണം ഇന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമൊന്നും അല്ല, നമ്മളിവിടെ ഒരു കാർ വാഷിൽ വന്നതാണ്. കാരണം ഇത്രയും നാളത്തെ അഴുക്ക് ഫുള്ളുണ്ടായിരുന്നു സോളിൽ. അപ്പോൾ ഞാൻ അവനെ ഇന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നു. കുളിപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ വേറെ 2 ടീംസ് വന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു സിറ്റി, മോഡിഫൈഡ് സിറ്റിയും കൊണ്ട് 2 ടീംസ് വന്ന് അവർ നമ്മളടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ്. നമ്മുടെ ബാബ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ടൊക്കെ കണക്ഷനുള്ള ടീമുകളാണ്. അപ്പം അടിപൊളിയായിട്ടൊക്കെ സംസാരിച്ചു. നാളെ രാവിലെ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുവാണ്. ഇവിടെ അടുത്താണത്, ഒരു 10 കിലോമീറ്റർ ഫ്രണ്ടിലോട്ടേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ വിളിച്ച് നോക്കാം, പുള്ളിക്കാരൻ എണീക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ കാർ വാഷ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. സോളൂട്ടം കിടക്കണ കണ്ട ദേ കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ ഇതാണ്. അഗെയിൻ വെളിഭാഗം കണ്ട് വിലയിരുത്തേണ്ട പൊളി സംഭവം. പിള്ളേഴ്സ് ഗ്യാങ്സ് ഇവിടെ ഇരിക്കും. നമുക്ക് വേണ്ടി പ്രത്യേകം ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇത് പ്രൈവറ്റ് ബാൽക്കണി ഒന്നുമല്ല, പബ്ലിക് ബാൽക്കണിയാണ്, ആർക്കുണ്ടെങ്കിലും വന്നിരിക്കാം. പക്ഷേ ഇതാണ് നമ്മുടെ റൂം, ഇതാണ് നമ്മുടെ റൂം. തൊട്ടടുത്ത് എല്ലാ റൂമും പൊളി. അതുകൊണ്ട് എത്രയായാലും ഈസി ആക്സസ്. ഇത്ര നേരം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു കാശ്മീർ അഥവാ ശ്രീനഗർ സന്ദർശനം ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ശ്രീനഗർ സന്ദർശനത്തിൽ മാത്രം ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവായിരുന്നു സ്മൃതിക്ക്? മാറിയില്ലേ തിരി ഇങ്ങോട്ടിരി? സ്നോ ആയിരുന്നോ? സ്നോയിൽ, അതായത് നമ്മുടെ സോനമർഗിൽ പോയത് ഫുള്ള്? അത് പറ്റത്തില്ല. ഒരു 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 ഇവന്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദിവസം അടിപൊളിയായിരുന്നു. ആ ദിവസം അടിപൊളി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. നിനക്കേ ഇവിടെ കാശ്മീരിൽ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാ? കുതിരപ്പുറത്ത് കയറിയത്. ഓഹോ, ആദുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവായിരുന്നു? സ്വന്തമായിട്ട് ഓട്ടിച്ചത്? പിന്നെ അല്ല. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമ്മുടെ ഈ ഒരു ശ്രീനഗർ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ ഉറക്കണീറ്റ് പറ്റുവാണെങ്കിൽ മറ്റേ സ്ഥലത്തിൻ്റെ പേര് പത്താങ്കോട്ട് എത്തണം. ഡൽഹിയാണ് ലക്ഷ്യം. കേരളയിൽ പോണോ? പുത്തമ്പള പോണ്ടേ? ആളാ, ശരി. എൽദോനെ കാണാനാണ് പോണത്. അപ്പം അതാണ് ഗൈസ് സംഭവം. നമ്മളത് ഇവിടെ നിന്ന് ഗുഡ് നൈറ്റ് പറയുകയാണ്. ഇന്ന് എഡിറ്റ് ചെയ്ത് തീർക്കണം പണ്ടാരം ഈ 3 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം യെസ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ എൻ്റെ മുഖം കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ചട്ടി മോന്ത. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു ശ്രീനഗർ സന്ദർശനം ഇതോടുകൂടി അവസാനിക്കുകയാണ്. നാളെ തൊട്ട് നമ്മുടെ നോർമൽ ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അതായത് ഓരോ ദിവസം എവിടെ എത്തി, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ആണോ? എന്നാ പൊക്കോ, എന്നാ ക്ഷമിച്ചിരിക്കുന്നു. എന്നാ ബൈ.